സ്തുതി പാടിടും ഞാൻ. ഹല്ലേലൂയ എന്ന് ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ. വൻകൃപയെ എന്ന് ഓർത്തിടും ഞാൻ. ഓ പരിശുദ്ധനേ കരുണാനിധിയേ സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. പരിശുദ്ധനേ കരുണാനിധിയേ സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ. വൻകൃപയെ ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ. വൻകൃപയെ ഓർത്തിടും ഞാൻ. സകലത്തെയും സൃഷ്ടി ചെയ്തവനേ സകലത്തിലും പരിപാലകനേ. സകലത്തിലും സൃഷ്ടി ചെയ്തവനേ സകലത്തിലും പരിപാലകനേ. സകലത്തിലും പരമോന്നതനേ സർവശക്തനും സർവ്വജ്ഞാനിയുമേ. സകലത്തിലും പരമോന്നതനേ സർവശക്തനും സർവ്വജ്ഞാനിയുമേ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ. വൻകൃപയെ എന്ന് ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ. വൻകൃപയെ എന്ന് ഓർത്തിടും ഞാൻ. ഉള്ളവനേ മനസ്സറിയുന്ന മഹാപ്രഭുവേ കരുണയുടെ ഉള്ളവനേ മനസ്സറിയുന്ന മഹാപ്രഭുവേ. വാത്സല്യത്തോടെ ചേർന്നവനേ ഭാരത സ്നേഹം പകർന്നവനേ. വാത്സല്യത്തോടെ ചേർന്നവനേ ഭാരത സ്നേഹം പകർന്നവനേ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ. വൻകൃപയെ എന്ന് ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ. വൻകൃപയെ എന്ന് ഓർത്തിടും ഞാൻ. ആദിയും നെരുവായവനേ ഉറപ്പുള്ള പാദം പോറ്റിടുമേ. ആദിയും നെരുവായവനേ ഉറപ്പുള്ള പാദം പോറ്റിടുമേ. വഴിയും സത്യവുമായവനേ ഏകരക്ഷാമകമായവനേ. വഴിയും സത്യവുമായവനേ ഏകരക്ഷാമകമായവനേ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ. വൻകൃപയെ എന്ന് ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ. വൻകൃപയെ എന്ന് ഓർത്തിടും ഞാൻ. ക്രൂശിതുമെന്നു തളർന്നിരിക്കാൻ ഘോരവൻ ശിക്ഷകളെ ധരിക്കാൻ. ക്രൂശിതുമെന്നു തളർന്നിരിക്കാൻ ഘോരവൻ ശിക്ഷകളെ ധരിക്കാൻ. ഉൾമൊഴി ചൂടിയതോ ധരിക്കാൻ ജീവനെ നൽകിയതോ ധരിക്കാൻ. ഉൾമൊഴി ചൂടിയതോ ധരിക്കാൻ ജീവനെ നൽകിയതോ ധരിക്കാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ. വൻകൃപയെ എന്ന് ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ. വൻകൃപയെ എന്ന് ഓർത്തിടും ഞാൻ. പരിശുദ്ധനേ കരുണാനിധിയേ സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. പരിശുദ്ധനേ കരുണാനിധിയേ സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. Praise the Lord. ഹല്ലേലൂയ ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കൈവർക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ കൂടി ദൈവത്തിന്റെ വചനവുമായിട്ട് നിൽക്കുകയാണ്. സ്തോത്രം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനൊരു വലിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെക്കുവാൻ ആഗ്രഹിക്കാം. പത്രോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്ത് കിട്ടുമെന്ന് ചോദിച്ചു. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാണ്. സ്തോത്രം. ഇന്ന് നമുക്കൊക്കെ ഉള്ള ഒരു പ്രശ്നമായി, എന്ത് കിട്ടും? ആ, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു. ആ, ഞങ്ങൾക്ക് ഇത്ര മാത്രം മതി. ഹല്ലേലൂയ. ഇന്ന് എല്ലാവർക്കും വേണ്ടുന്നത് രണ്ട് കാര്യങ്ങളാ. എന്തുവാണെന്നറിയാം? എന്തൊക്കെയാ?
എന്തൊക്കെയാ? 2 കാര്യങ്ങൾ മതി ഇന്ന് ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം. 2 കാര്യങ്ങളോ. 1 രോഗസൗഖ്യം വേണം, 2 അനുഗ്രഹം വേണം. മറ്റൊന്നും നമുക്ക് വേണ്ട. ബാക്കിയെല്ലാം നിങ്ങൾ പിടിച്ചു. പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ പിടിച്ചോ, ഉപവസിക്കുന്നത് നിങ്ങളെടുത്തോ, ആരാധനയും നിങ്ങളെടുത്തോ. ഞങ്ങൾക്ക് 2 കാര്യങ്ങൾ മാത്രമേ. എന്തൊക്കെയാ? 1 ഞങ്ങൾക്ക് രോഗസൗഖ്യം വേണം, 2 ഞങ്ങൾക്ക് അനുഗ്രഹം വേണം. ഈ അനുഗ്രഹം എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ആത്മീയമായുള്ള അനുഗ്രഹങ്ങളൊന്നും അധികം ആർക്കും വേണ്ട. ഭൗതികമായുള്ള അനുഗ്രഹങ്ങളായിരുന്നു അധികം ആൾക്കാർക്കും വേണ്ടത്. അവനെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. കാരണം ഒരു വണ്ടിയൊക്കെ ആയി വീടൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവനെ ദൈവം അനുഗ്രഹിച്ചു. പക്ഷേ ഇന്നും ഭക്തന്മാർ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ച് കണ്ണുനീരോടെ നിൽക്കുന്ന ആ ഭക്തന്റെ അരികത്ത് പോലും എത്തുവാൻ നിന്റെ ഈ അനുഗ്രഹത്തിന് സാധ്യമല്ല. നിന്റെ ഈ അനുഗ്രഹത്തിന് സാധ്യമല്ല. അവന്റെ നെടുമ്പാടുള്ള വീഴ്ചയും അവന്റെ മുട്ടിന്മേലുള്ള നിൽപ്പും കണ്ടു കഴിഞ്ഞാൽ സ്വർഗം അവിടെ ചായും, ദൈവം അവിടെ ഇറങ്ങും. അത്രയ്ക്ക് ശക്തമാണ് അവരെ കുറിച്ച് പറയുവാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് പത്രോസിന് ഒരു സംശയമാണ്, ഒരു ചോദ്യമാണ്. ഇന്ന് നമ്മുടെ പലരുടെയും ജീവിതത്തിലുള്ള ഒരു ചോദ്യം: ആരാധനയ്ക്ക് പോയിട്ട് എന്ത് കിട്ടാനാ? പ്രാർത്ഥനയ്ക്ക് പോയിട്ട് എന്ത് കിട്ടാനാ? ഉപവസിച്ചാൽ എന്ത് കിട്ടാനാ? അല്ലെങ്കിൽ എനിക്കെന്തോ പ്രയോജനം? ഈ ഓടുന്നതിനൊക്കെ എനിക്കെന്ത് പ്രയോജനമാണ്? ചിലപ്പോൾ ഞാൻ ചോദിക്കും, ഈ ഓട്ടമെല്ലാം ഓടിയിട്ട് കർത്താവ് അപ്പൊ ഒന്ന് മാത്രമുണ്ട്. പൗലോസ് പറഞ്ഞ ആ വാക്കാണ് ഒരു കിരീടം വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അത് ലക്ഷ്യം വെക്കി അങ്ങ് ഓടുക, അല്ലാതെ സഭക്കാരെയും സംഘടനക്കാരെയും നിൽക്കുന്ന ഓർഗനൈസേഷൻസിനെ ഒന്നും നോക്കരുത്. നോക്കിയാല് നിന്റെ ഓട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. അങ്ങനെ ആയി കഴിയുമ്പോൾ നീ താഴാൻ തുടങ്ങും. വെള്ളത്തിൽ നീ താഴാൻ തുടങ്ങി കഴിഞ്ഞാല് പിന്നെ കർത്താവേ ഞാൻ താഴെ പോകുന്നു, പിന്നെയും കർത്താവ് പിടിക്കേണ്ട ഗതി കേടും. അതിനുള്ള ഇട വരുത്താതെ വണ്ണം. പത്രോസിന്റെ ചോദ്യം അപ്പൊ ആദ്യത്തെ കാര്യം ഇതാണ്. ഞങ്ങൾ ഒന്നുകൂടെ വായിച്ചത്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പാണ് എന്തുവാ? സകലവും വിടണം എന്ന് പറഞ്ഞാൽ കുടുംബ, ഭാര്യയെയും മക്കളെയും ഉള്ള സ്വത്തുക്കളൊന്നും വിടാൻ ഞാൻ പറയുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. വിടേണ്ടതായ ചിലതൊക്കെ ഉണ്ട്, അതൊക്കെ വിടേണ്ടി വരും. ഹല്ലേലൂയ. എവിടെ നിന്ന് നീ വന്നോ അവിടുത്തെ പലതിനെയും നീ പിൻപറ്റി നിൽക്കാതെ വിടണം. വിടേണ്ടതുപോലെ വിടണം. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ സ്വാർത്ഥതയില്ലാതെ, ലാഭമില്ലാതെ, നഷ്ടമെന്നെണ്ണാതെ വണ്ണം എല്ലാത്തിനെയും വിട്ടുകളഞ്ഞിട്ട് കർത്താവ് മാത്രമെന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി വന്നു നിന്ന് നീ ചോദിക്കുവാൻ ആദ്യം നമുക്ക് നമ്മളെ തന്നെ ഒരു യോഗ്യതയുള്ളവരാക്കണം. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ആദ്യം ആ ചോദ്യം ചോദിക്കുവാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. ഹല്ലേലൂയ. വിട്ടുകളയാതെ മനുഷ്യനെ കളിപ്പിക്കുവാൻ എളുപ്പമാണ്. ഇന്ന് ലോകം മുഴുവനും കളിപ്പിനും കള്ളത്തരം മാത്രമല്ല, ഒന്നുമില്ല. എല്ലാവരുടെയും ഞാൻ 2-3 ആഴ്ചക്ക് മുമ്പ് എൻ്റെ സഭയിൽ ഒരു വിഷയം പ്രസംഗിക്കുന്നുണ്ട്. ഹൃദയത്തെ കുറിച്ച് പ്രസംഗിച്ചു. ഒരാഴ്ച പ്രസംഗിച്ചു, ഇനി ഒരാഴ്ചയോടെ പ്രസംഗിക്കാൻ ബാക്കിയുണ്ട്. അതിനുശേഷം ഞാൻ 2 ആഴ്ച വീട്ടിൽ നിന്നു. ഹൃദയത്തിന്റെ ആഴങ്ങൾ, ഈ എത്രത്തോളം കപടതകൾ നിറഞ്ഞതാണ് മനുഷ്യന്റെ ഹൃദയം. പുറമേ ഒരു മുഖം, അകമേ വേറെ ഒരു മുഖം. ഇതിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ കണ്ണുനീരൊഴുക്കി പോകാൻ കേൾക്കുക, അതല്ലാതെ അത് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം എത്രത്തോളം ദൈവം അല്ല അറിയാതെ എന്ത് കാര്യം നമ്മൾ ഒളിക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ ഞാൻ പറയട്ടെ, ഇതിലേക്ക് മടങ്ങി വരാം. പത്രോസ് പറയുന്നത്, ഞാൻ എല്ലാം വിട്ടു. എന്റെ പാരമ്പര്യം വിട്ടു, എന്റെ വല വിട്ടു, എന്റെ ഹല്ലേലൂയ മീൻപിടുത്തങ്ങൾ വിട്ടു, എനിക്കുണ്ടായിരുന്ന എന്റെ നന്മകൾ വിട്ടു, എല്ലാം വിട്ടേച്ചാണ് നീ വിളിച്ചപ്പോൾ നിന്റെ പിന്നെ ഞാൻ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നു. ഇനി എനിക്കൊന്നുമില്ല. ഇനി ഉള്ളത് നീയാ. നീ എന്ത് പറയുന്നു അത് ചെയ്യുവാൻ ഞാൻ റെഡിയാ. നീ മാത്രമേ ഉള്ളൂ. എല്ലാം എനിക്ക് നഷ്ടമല്ല, ഞാൻ വിട്ടുകളഞ്ഞതാ. എന്തുകൊണ്ട് വിട്ടെന്നറിയാം? നീ വിളിച്ചത് കൊണ്ട് ഞാൻ വിട്ടു, നിന്റെ പിൻപറ്റാനായിട്ട് ഞാൻ വിളിച്ചു. അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ നമുക്കും ചോദിക്കാം, എനിക്ക് എന്ത് കിട്ടും? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമാണോ? ഹല്ലേലൂയ. സന്തോഷമാണോ? ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്തോ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് പലതും കിട്ടുമെന്ന് എനിക്കറിയാം. കാരണം ഈ 25 വർഷമായിട്ട് ഒറീസയിൽ പോയി കിടന്ന് കഷ്ടപ്പെടുമ്പോൾ എനിക്കറിയാം എൻ്റെ കുഞ്ഞുങ്ങൾ ആരിലും നഷ്ടപ്പെട്ടൊന്നും പോകുന്നില്ല. കുഞ്ഞുങ്ങൾക്കാർക്കും ഒരു തിന്മയ്ക്കൊന്നും കുറവ് വരത്തില്ല. ഇനിയും നല്ല സ്കൂളിൽ പഠിച്ചില്ല, ഒരു കുഴപ്പമില്ല. കാരണം ഭാവിയെല്ലാം ദൈവം പണിയുന്നത്. സ്തോത്രം. വീടൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബാങ്കിലൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, വാഹനം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, വാടക വീട്ടിൽ അതിലും ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. വാടക വീട്ടിലാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇപ്പം ആരാധനയൊക്കെ പതുക്കെ വാടക വീട്ടിലെ ആരാധനകളൊക്കെ നിർത്തി വരികയാണ്. ഇനിയിപ്പം ആലയമില്ലാത്തവർക്കൊന്നും ആരാധിക്കാനൊക്കാത്തൊരവസ്ഥയിലോട്ട് നോർത്ത് ഇന്ത്യ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ
എന്ത് കിട്ടും എന്നുള്ള ഒരു ചോദ്യം ഉണ്ടെങ്കിൽ പത്രോസിന് ദൈവം കൊടുത്ത 5 അനുഗ്രഹങ്ങളെ കുറിച്ച് ഞാനിന്ന് പറയുവാൻ നിങ്ങളോട് ഒന്ന് നമുക്ക് 5 അല്ല 6 അനുഗ്രഹങ്ങൾ ഞാൻ പറയാം. ഒന്ന് നമുക്ക് ഓടിച്ചിട്ട് നമുക്ക് ഈ ഭാഗത്തിലേക്ക് ഒന്ന് കടന്നു ഒന്ന് വായിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അനുഗ്രഹമാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. 1-ാമത്തെ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. പത്രോസിന് ലഭിച്ച 1-ാമത്തെ അനുഗ്രഹം. ഞാൻ പത്രോസിനെ കുറിച്ച് മാത്രം പറയുന്നത് എന്താണ്? പത്രോസ് ഈ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് പത്രോസിനെ കുറിച്ച് മാത്രം പറയുന്നത്. മറ്റു ശിഷ്യന്മാർക്കും കിട്ടിയിട്ടുണ്ട്, എല്ലാം കിട്ടിയിട്ട് ചിലത് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ പറയണേ. അത് മുന്നോട്ട് വരുമ്പോൾ കാണുക. 1-ാമത്തെ അനുഗ്രഹം, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിനക്ക് എന്ത് കിട്ടിയിരിക്കുകയാണ്? വരം ലഭിച്ചിരിക്കുക. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്കുണ്ടാവാൻ? ഇന്ന് എത്ര പെന്തക്കോസ്തുകാർക്കുണ്ട് ഈ വരം? ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്ന കാര്യങ്ങൾ? മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത്? സ്വർഗരാജ്യത്തിന്റെ മരം, അല്ലെങ്കിൽ ഞാൻ പറയാം, ഈ വചനത്തിന്റെ ആഴങ്ങൾ അറിയുവാനുള്ള, ഇതിന്റെ മർമ്മങ്ങൾ അറിയുവാനുള്ള വരം അത് നൽകുന്നത് ആരാന്നറിയാം? അതെന്റെ കർത്താവ്, അല്ലെങ്കിൽ അത് പരിശുദ്ധാത്മാവാണ്. നീ എത്ര പ്രാവശ്യം ബൈബിള് വായിച്ചു എന്നുള്ളതിൽ വലിയ കാര്യമില്ല. ആ ബൈബിളിന്റെ ആഴങ്ങളുള്ള സത്യങ്ങൾ നിനക്ക് മനസ്സിലാകണമെങ്കിൽ അതെന്റെ തമ്പുരാൻ പ്രവർത്തിക്കാതെ, എന്റെ പരിശുദ്ധാത്മാവ് അല്ലാതെ നിനക്ക് ഒരു വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അതൊരു സാധാരണ മനുഷ്യനാൽ സാധ്യമല്ല. കാരണം 40 വ്യക്തികളാൽ 1600 വർഷത്തിലധികമായി 1600 വർഷത്തിലധികമായി 40 ഭക്തന്മാരാൽ എഴുതപ്പെട്ട ഈ വാക്യങ്ങള് ഒരാളെ കാണാതെ, ഒരാളോട് ബന്ധമില്ലാതെ ഇരുന്ന് എഴുതിയെങ്കിൽ ഇത് പരിശുദ്ധാത്മാവാൽ എഴുതപ്പെട്ടിരിക്കുന്ന ഈ വചനം ഇത് മനസ്സിലാക്കുവാനും ഇത് ഗ്രഹിപ്പിച്ചു തരുവാനുമുള്ള കഴിവ് എന്റെ തമ്പുരാന് മാത്രമേ. ഹല്ലേലൂയ. അപ്പൊ 1-ാമത്തെ അനുഗ്രഹമാണ് സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാനുള്ള കൃപ ദൈവം പത്രോസിന് കൊടുത്തിരിക്കുകയാണ്. സ്തോത്രം. ഇന്ന് നമ്മള് എല്ലാം വിട്ട് ദൈവത്തിന്റെ പിൻപറ്റുകയാണെങ്കിൽ വചനത്തിന്റെ ആഴങ്ങൾ, ഇന്ന് പലർക്കും പറ്റിപ്പോകുന്ന പ്രശ്നം അറിയാം, നമ്മുടെ വിശ്വാസകോളങ്ങൾ വിട്ടുപോകുന്നതുകൊണ്ട് പലതും എവിടെയെങ്കിലും എന്തെങ്കിലും കാണുമ്പോൾ അങ്ങോട്ട് ഓടുന്നത് എന്തുകൊണ്ടെന്നറിയാം? ഇതിന്റെ ആഴമുള്ള മർമ്മങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടും അറിയാത്തത് കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നിൽക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഒരു പാട്ട് നിങ്ങൾ പാടുന്നുണ്ടല്ലോ, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പാട്ട് നമ്മൾ പാടാറുണ്ട്. സ്തോത്രം. ഇതിന്റെ ആഴങ്ങൾ എവിടുന്നാ വന്നത് അറിയാമോ? ആസാമിലെ ഒരു കുടുംബം, ഒരു ആദിവാസി കുടുംബം അന്യജാതിയിൽ നിന്ന് രക്ഷയിലേക്ക് കടന്നു വന്നു. ഒരു കുടുംബം, ഭാര്യ, ഭർത്താവ്, 2 മക്കള്, ഒരു ആദിവാസി കുടുംബം ആസാമിലെ. അവർ രക്ഷയിലേക്ക് കടന്നു വന്നപ്പോ അവരുടെ ഗോത്രത്തിലുള്ളവരെല്ലാം കൂടെ അവർക്കെതിരായി. ഒറ്റ കുടുംബം മാത്രമേ രക്ഷയിൽ കടന്നു വന്നുള്ളൂ. ദൈവത്തെ അറിഞ്ഞു, സത്യം അറിഞ്ഞു, ആഴമറിഞ്ഞു, ഒരു തീരുമാനമെടുത്തു. ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. യേശുവിനെ പിൻപറ്റുക അല്ലാതെ മറ്റെനിക്കൊരു ലക്ഷ്യമില്ലെന്നൊരു തീരുമാനമെടുത്ത് അദ്ദേഹം മുന്നോട്ട് തന്നെ ഓടുകയാണ്. ആ ഗോത്രത്തിലുള്ളവരെല്ലാം തനിക്കെതിരായിട്ട് നിന്നപ്പോഴും അയാൾ ഒറ്റ തീരുമാനത്തിൽ ഉറച്ചു നിന്നു, ഞാൻ എന്റെ ക്രിസ്തുവിനെ പിൻപറ്റുമെന്നുള്ളത്. ഹല്ലേലൂയ. അങ്ങനെ അവസാന നിമിഷം ആ ഗോത്രത്തിലുള്ള ഗോത്ര മൂപ്പന്മാരടക്കം എല്ലാവരും കൂടി ഒരു മീറ്റിംഗ് വെച്ചിട്ട് കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയിട്ട്, ആ കുടുംബത്തിനെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയിട്ട് ഒറ്റ ചോദ്യം ചോദിച്ചു, യേശുവിനെ തള്ളി പറയുകയാണെങ്കിൽ നിന്നെ ഞങ്ങൾ വിടും, അതല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ എന്നേക്കുമായി ഗോത്രത്തിൽ നിന്ന് മാറ്റുകയല്ല, ഈ ലോകത്തിൽ നിന്ന് തന്നെ ഒഴിപ്പിക്കുമെന്ന് പറഞ്ഞു. ആദ്യമായിട്ട് ചെയ്ത കാര്യമെന്ന് പറഞ്ഞാല് തന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. ആദ്യ കുഞ്ഞിനെ അവരെ അമ്പെയ്ത് കൊന്നു. ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, നീ യേശുവിനെ തള്ളി പറയില്ലെന്ന് പറഞ്ഞു. ഞാൻ യേശുവിനെ പിൻപറ്റുവാൻ ഒരു തീരുമാനമെടുത്തു, അതിൽ ഞാൻ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കുഞ്ഞിനെയും അങ്ങനെ തന്നെ ചെയ്തു, ഭാര്യയെയും അങ്ങനെ ചെന്ന് ചെയ്തു. അവസാനം ആ വ്യക്തി മാത്രം നിൽക്കുമ്പോഴും ആ ഗോത്രത്തിലെ മൂപ്പന്റെ കണ്ണുകൾ അവന്റെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇവന്റെ കണ്ണിൽ ആഴമേറിയ ആ വിശ്വാസത്തിന്റെ തീഷ്ണത. 2 കുഞ്ഞുങ്ങളും ഭാര്യയെയും കൺമുന്നിൽ പിടഞ്ഞു മരിച്ചപ്പോഴും അവനൊന്നേ പറയുവാനുള്ളൂ, ഞാൻ എന്റെ യേശുവിനെ പിൻപറ്റുമെന്നുള്ളൂ. ഞാൻ ആ കുരിശെടുത്തുകൊണ്ട് ഓടും. ഈ ലോകം എനിക്ക് പിന്നിലാണ്, എന്റെ മുന്നിൽ എനിക്ക് ക്രൂശുണ്ട്, ആ ക്രൂശ് മാത്രമാണ് എന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഉറച്ചു നിന്നപ്പോൾ അവസാനത്തെ ആ അമ്പ് അവന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നു വീഴുമ്പോൾ ഒന്ന് പറഞ്ഞു, എന്റെ യേശുവിനെ അല്ലാതെ എനിക്ക് പിൻപറ്റുവാൻ ആരുമില്ലെന്ന് പറഞ്ഞു. അവൻ അവിടെ പിരിഞ്ഞു മരിച്ച് തന്റെ കുഞ്ഞുങ്ങളും ഭാര്യയോട് ചേർന്ന് അവനും അവിടെ പിടഞ്ഞു വീണു മരിച്ചപ്പോൾ, ഹല്ലേലൂയ, ആ ആദിവാസി മൂപ്പന്റെ ഉള്ളിൽ ഒരു ചോദ്യം ഉയർന്നു, ഇത്രത്തോളം ഇവൻ സ്നേഹിക്കുന്ന ആ യേശു ആരാ?
ഇത്രത്തോളം ഇവൻ സ്നേഹിക്കും. തന്റെ കുഞ്ഞുങ്ങളെ വില കൊടുത്ത്, തന്റെ ഭാര്യയെ വില കൊടുത്ത്, സ്വന്തം ജീവനെ വില കൊടുത്ത് ഇവൻ സ്നേഹിക്കുന്ന യേശു ആരാണെന്നുള്ള ചോദ്യം മുന്നേ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി. ആദിവാസിയുടെ ഗോത്രപിതാവായ ആ മനുഷ്യനെ തന്റെ പദവികളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു തീരുമാനമെടുത്തു. ഇന്നു മുതൽ ഈ യേശുവിനെ ഞാൻ പിൻപറ്റും. Praise the Lord. Hallelujah. എത്രയോ സാക്ഷ്യങ്ങൾ എന്താണെന്നറിയാമോ? സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളും സത്യങ്ങളും അറിയുന്നവരെ അത് പിൻപറ്റുവാൻ സാധിക്കുകയുള്ളൂ. സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങള് അല്ലെങ്കിൽ എന്റെ ദൈവത്തിന്റെ വചനത്തിന്റെ ആഴമുള്ള സത്യങ്ങള് ഗ്രഹിച്ചാൽ മാത്രമേ നിനക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭം എന്ന് പറയുമ്പോൾ മറ്റും അതറിയാത്തവനെ ഒരിക്കലും അത് പറയുവാൻ സാധിക്കുകയില്ല. അപ്പോഴൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. പത്രോസിനോട് പറഞ്ഞ ഒരു കാര്യമാണ്, ആദ്യത്തെ അനുഗ്രഹമാണ് പത്രോസിന് കൊടുത്ത ഒന്നാമത്തെ അനുഗ്രഹമാണ് സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാനുള്ളത്. നമ്മളിൽ എത്ര പേർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും നമ്മൾ വായിച്ചു. നിങ്ങൾക്കറിയാം, ഒരു 23-ാം സങ്കീർത്തനം 23,000 പേര് പ്രസംഗിച്ചാലും തീരാത്ത സങ്കീർത്തനമാണ്. ഹല്ലേലൂയ. ഒരു ചെറിയ സങ്കീർത്തനമാണ്. 23,000 പേര് ഒരു സമയം ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിച്ചു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നാലും ഓരോ മെസ്സേജാ പുതിയതായിട്ട് കടന്നു വരും. എന്താണെന്നറിയോ? പുതിയ മർമ്മങ്ങളെ ദൈവം ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവനെ നയിക്കുന്ന പരിശുദ്ധാത്മാവെ ഓരോരോ വചനത്തിന്റെ, ഓരോ വാക്യത്തിന്റെ, ഓരോ പുള്ളിയുടെയും വള്ളിയുടെയും അതിന്റെ ആഴങ്ങളെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു പുതിയ മെസ്സേജ് ആയിട്ട് രൂപപ്പെട്ടു വരും. ഇതിനുള്ള കൃപ പരിശുദ്ധാത്മാവിന് മാത്രമേ ഉള്ളൂ. ഇത് നിനക്ക് ലഭിക്കണമെങ്കിൽ എല്ലാം വിട്ടു നീ പിൻപറ്റണം. കപടതയും വഞ്ചനയും ഇല്ലാത്തതും വേണ്ടാത്തതും എല്ലാം വിട്ടച്ച് ക്രിസ്തുവിനെ പിൻപറ്റുകയാണെങ്കിൽ നിനക്ക് ഈ അനുഗ്രഹം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. രണ്ടാമത്തെ അനുഗ്രഹം നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന് വായിച്ചാട്ടെ, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 8-ാമത്തെ വാക്യം. അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു, നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിപ്പാൻ ഒരുക്കുവീൻ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ ഒരുക്കണമെന്ന് അവൻ ചോദിച്ചതിന്, നിങ്ങൾ പട്ടണത്തിൽ എത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിൻചെന്ന് വീട്ടുടമയോട്, ഞാൻ എന്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പത്രോസ് ഇവരോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിന്റെ ആശ്രയപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഇവരെ നടക്കുമാറാക്കിയെന്ന പോലെ ഞങ്ങളെ ബുദ്ധി നോക്കുന്നതും എന്ത്? രണ്ടാമത്തെ കാര്യം പത്രോസിന് കൊടുത്ത അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു ലീഡർഷിപ്പിന്റെ കഴിവാണ് ദൈവം അവന് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗങ്ങളും അപ്പോസ്തല പ്രവൃത്തികളും നമ്മളെല്ലാം വായിച്ചു വരുമ്പോഴേ ശിഷ്യന്മാരുടെ മധ്യത്തിൽ ഒരു നേതൃത്വ സ്ഥാനം ലഭിച്ച ഒരു വ്യക്തിയാണ് ആര്? പത്രോസ്. ഹല്ലേലൂയ. The second thing is a leadership quality. ഹല്ലേലൂയ. പത്രോസിന് ദൈവം കൊടുത്ത രണ്ടാമത്തെ കാര്യമാണ് അവനൊരു നേതാവാകുവാൻ. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലുള്ള പൊളിറ്റിക്സ് നേതാക്കന്മാരൊന്നുമല്ല, ആത്മീക തലത്തിൽ തന്റെ കൂടെയുള്ള കൂട്ടാളികളെ നേതൃത്വം നയിക്കുവാനുള്ള ഒരു ക്വാളിറ്റി അവന്റെ ജീവിതത്തിൽ കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഈ സഭയ്ക്കകത്തിരിക്കുന്ന പലർക്കും ഈ ക്വാളിറ്റി ഉണ്ട്. അതിന് നിനക്ക് ലഭിക്കണമെങ്കിൽ നീ എല്ലാം വിട്ടിട്ട് കർത്താവിനെ. ചില നേതാക്കന്മാർ നമ്മുടെ മധ്യത്തിലുമുണ്ട്. അത് ആത്മീകമായിട്ടായിരിക്കാം, ഹല്ലേലൂയ, സഭയ്ക്ക് വേണ്ടി ആയിരിക്കാം, അല്ലെ ദേശത്തിലെ കെട്ടുപണിക്ക് വേണ്ടി ആയിരിക്കാം, അല്ലെ സ്വർഗരാജ്യത്തിന്റെ കെട്ടുപണി കാണാം. ചില നേതൃത്വ സ്ഥാനങ്ങൾ നീ ആഗ്രഹിക്കുകയാണെങ്കിൽ പത്രോസിനെ പോലെ ഒരു വലയം പിടിച്ചുകൊണ്ട്, ഹല്ലേലൂയ, കടലുകൾ കയറിയിറങ്ങി പഠിപ്പും വിവരവും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്ന അന്ന് ആ വ്യക്തി 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ഒരു നേതൃത്വ സ്ഥാനത്തിലേക്ക് ഉയർന്നു വന്നതിന്റെ കാരണം എന്താണെന്നറിയാം? അവൻ പറഞ്ഞ ഒറ്റ കാരണമേ ഉള്ളൂ, ഞാൻ എല്ലാം വിട്ടേച്ചാ നിന്നെ പിൻപറ്റിയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എല്ലാം വിട്ട് പിൻപറ്റിയ പത്രോസിന്റെ ജീവിതത്തിൽ കിട്ടിയ രണ്ടാമത്തെ അനുഗ്രഹമാണ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു നേതൃത്വത്തിന്റെ അനുഗ്രഹം, അധികാരം. ഇന്നത്തെ കാലത്തെ പോലുള്ള നേതൃത്വമല്ല. ഇന്നൊക്കെ പല കാര്യങ്ങളാണ് നേതൃത്വത്തിന് വേണ്ടി ചെയ്യുന്നത്. പണ്ട് ഒരു ക്വാളിറ്റി ഉള്ള നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമക്കൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ ദൈവാലോചന കൊടുത്ത് അങ്ങനെയാണ് കൈപിടിച്ചുയർത്തിയത്. നീ ഇന്ന് മുതൽ ഈ സഭയിൽ ഈ ശുശ്രൂഷ ചെയ്യുന്നു. അങ്ങനെയാണ് ക്വാളിറ്റികൾ അന്ന് വന്നിരുന്ന. സ്വതന്ത്രം. പലപ്പോഴും ഇന്നൊക്കെയാണ് ഒരു സർട്ടിഫിക്കറ്റ് പിടിച്ചിട്ട് പറയുന്ന ഓർഡിനേഷൻ കഴിഞ്ഞതാ. ഓർഡിനേഷനൊക്കെ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിലല്ല. ഇതൊക്കെ ലോകപരമായിട്ട് നിനക്ക് വേണമെങ്കിൽ തന്നെയും ഒന്ന് പറയട്ടെ,
ഹല്ലേലൂയ മുട്ടുമടക്കി പ്രാർത്ഥിച്ച് അഭിഷിക്തന്മാര് കൈവെക്കാത്തിടത്തോളം കാലം നിനക്ക് കോർഡിനേഷൻ എന്ന് പറയുന്ന ക്വാളിറ്റി വരുന്നില്ല. ഹല്ലേലൂയ. ദൈവം കൊടുത്ത രണ്ടാമത്തെ ക്വാളിറ്റിയാ ലീഡർഷിപ്പ്. പലരിലുമുണ്ട് ഈ ക്വാളിറ്റി, സഭയ്ക്കുള്ളിലുണ്ട് ഈ ക്വാളിറ്റി. പക്ഷെ അത് തിരിച്ചറിയാതെ, അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നീ ഓടുന്നത് എന്താണെന്നറിയോ? നീ മറ്റു ചിലതിനെ പിൻപറ്റുന്നത് കൊണ്ടാണ്. കർത്താവിന് വേണ്ടി ഒന്ന് ഒഴിഞ്ഞു വെച്ച് കർത്താവിന് വേണ്ടി ചില സമയങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ നിന്റെ ആ ക്വാളിറ്റിയെ ദൈവം വരും ദിവസങ്ങളെ ദൈവരാജ്യത്തിനും സഭയ്ക്കും ഒരു അനുഗ്രഹത്തിന് കാരണമാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമത്തെ ക്വാളിറ്റി നമുക്കൊന്ന് നോക്കാം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തികൾ 3:6 വാക്യം ഒന്ന് വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവർത്തികൾ 3:6. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. സ്തോത്രം. മൂന്നാമത്തെ അനുഗ്രഹം രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യമാകുവാനുള്ള അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്നെന്തെല്ലാം കോപ്രായങ്ങളാണ് കാണിച്ചു കൊടുക്കുന്നത്. ദൈവമേ സ്തോത്രം. ഓരോ കാര്യങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ചിരി വരും. എങ്ങും പോകണ്ട, മുട്ടുമടക്കി അവന് സഭയ്ക്കകത്ത് നിന്ന് മുട്ടുമടക്കി ദൈവമേ നിന്ന് ആഴങ്ങളിൽ നിന്ന് നിലവിളിച്ചു. ദൈവം അവിടെ ഇറങ്ങും. അവിടെ പ്രവൃത്തി വെളിപ്പെടും. എന്തിനായി ഓടുന്നത്? സൗഖ്യം വരുന്ന ആരിൽ നിന്നറിയാൻ? കർത്താവാ തരുന്നത്. കർത്താവില്ലാതെ എന്ത് സൗഖ്യമെന്ന് പറഞ്ഞാട്ടെ. ഏത് വ്യക്തിക്കാ ക്വാളിറ്റി എക്സ്ട്രാ ഉള്ള? ഒന്നുമില്ല. ഒട്ടും വിശ്വാസികളാൽ ഈ വക ചിഹ്നങ്ങൾ, ഈ വക കാര്യങ്ങൾ നടക്കും. എന്ത് പറയുന്നതിനെ എനിക്ക് മലയാളത്തിൽ പറയാൻ പറ്റുന്നില്ല. ഈ വക ചിഹ്നങ്ങൾ നടക്കുന്ന എന്തുവാ? ഈ വക കാര്യങ്ങൾ നടക്കുമെന്നാണ്. വിശ്വാസികളാൽ നടക്കുന്ന കാര്യങ്ങൾ. രോഗികളെ സൗഖ്യമാക്കും, ഭൂതങ്ങളെ പുറത്താക്കും, എന്തെല്ലാം കാര്യങ്ങൾ അവിടെ പറയുന്നത്. ലൂക്കോസ് ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു, വ്യക്തമായിട്ട് പറയുന്നുണ്ടോ? വിശ്വാസികളാൽ നടക്കുമെന്നേ. ഡൽഹിയിലൊരു സഹോദരി അവരുടെ അടുത്ത ഒരു ക്രിസ്ത്യാനി ഒരു കുടുംബത്തിൽ ഒരാൾ മരിച്ചു പോയപ്പോഴേ അന്യജാതിയും രക്ഷിക്കപ്പെട്ടു വന്നതാ. വിളിച്ചു, പാസ്റ്ററെ വാ, പുള്ളിക്കാരി ചത്തിരിക്കുക, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന്. എന്തോ ഒരു വിശ്വാസം. പാസ്റ്റർ ആകെ പേടിച്ചു പോയി. എന്തോ ചെയ്യുന്ന? കാരണം ഇത് മരണപ്പെട്ട വ്യക്തിയാണ്. ഇത് വളരെ അസാധ്യം. കാരണം അത് സ്വാഭാവികമായിട്ടുള്ള ഇല്ല പാസ്റ്റർ വാ, നമുക്ക് പ്രാർത്ഥിക്കാം. പുള്ളിക്ക് വരേണ്ട ഗതിയോട് വന്നു. അത്രയും ആൾക്കാർ നിൽക്കുന്നതിന്റെ മുന്നിൽ അവിടെ പ്രവൃത്തി ദൈവം വെളിപ്പെട്ടു. അവിടെ ദൈവ പ്രവൃത്തി വെളിപ്പെട്ടു. അവിടെ ആ സഭയിൽ ഇന്ന് 3000-ലധികം ആൾക്കാർ ആരാധിക്കുക. ഇത് പറയുന്നത് ഒറ്റ സഹോദരി തന്നെ പോയിട്ട് 100 കണക്കിന് സഹോദരിമാരെ ആ സഭയിൽ കൂട്ടിയിരുന്നു. ഒരു സഹോദരിയുടെ കാര്യമായി പറയുന്നത്. ഒറ്റ സഹോദരി ആ സഭയ്ക്ക് കൊണ്ട് 100-ലധികം വിശ്വാസികളെ സഭയിൽ കൊണ്ടു. എന്താ നമുക്കില്ല? ഒരു അന്യജാതി കിടന്നൊരു സഹോദരിയാണ്. അന്യജാതി കിടന്ന് ദൈവത്തെ അറിയാതെ കിടന്ന് അവൾ എന്നും രാവിലെ ഒരു ബാഗിനകത്ത് കുറച്ച് ട്രാക്സ് ഒക്കെ ഇട്ടച്ച് ട്രാക്റ്റുമായിട്ട് പോയിട്ട് റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലൊക്കെ പോയി തന്റെ കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ വിട്ട് ഹസ്ബൻഡ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് നേരം പ്രാർത്ഥിച്ചതിന് ശേഷം ഗോസ്പൽ ട്രാക്റ്റുകൾ എടുത്തിട്ട് പോയി ബസ് സ്റ്റാൻഡിലോ റോഡിലോ ഒക്കെ നിന്നിട്ട് സഹോദരിമാരോട് ഇത് അറിയാമോ, ഇത് എന്തുവന്ന് വായിച്ചേ, അത് കേൾക്കട്ടെ. എന്തിനാ? അവൾക്ക് വായിക്കാനും അറിയാം, നല്ല പഠിപ്പും വിവരമുള്ള. പക്ഷെ അവള് വായിക്കണോ, അത് കേൾക്കുവാനോ, ഇവള് വായിച്ച് അവള് മനസ്സിലാക്കണോ, അതിനുവേണ്ടി അവിടെ കൈ കൊടുത്ത് അവളെ കൊണ്ട് വായിപ്പിച്ചിട്ട് അവസാനം ഒരു വാക്ക് പറയും. എന്താണെന്നറിയാം? ഈ സ്ഥലം എനിക്കറിയാം, നീ വരുന്നു എന്ന് ചോദിക്കും. എങ്ങനെയെങ്കിലും ഒരെണ്ണത്തിനെ കൊണ്ട് അടുത്ത ആഴ്ച ആ സഭയിൽ വരും. ഇന്ന് ആ സഭയിൽ എത്ര പേര് ആരാധിക്കുന്നറിയാം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രോഗശാന്തിയുടെ വരം പത്രോസിന് കിട്ടുകയാണ്. കൈവെക്കേണ്ട ആവശ്യം പോലുമില്ല. ഒന്ന് വായിക്കാമോ? 5-ാം അധ്യായം 15-16 വാക്യം കൂടെ വായിച്ചാട്ടെ. 5-ാം അധ്യായം 15-16 വാക്യം. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെയും മേൽ വീഴേണ്ടതിന് വീഥികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തും. അതുകൂടാതെ യെരൂശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവർ എല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. പത്രോസ് കടന്നു പോകുന്ന വഴി എന്തുവാ? രോഗികളെ കൊണ്ട് നിരത്തി വെച്ചിരിക്കുക. അവന്റെ നിഴല് വീണാ മതി എന്നാ പറഞ്ഞത്. എന്തോ കൃപയാ അതൊക്കെ. ദൈവത്തിന് സ്തോത്രം. എന്താണെന്നറിയാം? എല്ലാം വിട്ടേച്ച് ഇറങ്ങിയിരിക്കുക കർത്താവിന്റെ. അങ്ങനെയുള്ളവനെ വെറുതെ വിടുവോ ദൈവം? ഇതൊക്കെ നമ്മുടെ ചിന്തയാ. ഞാൻ ഇതൊക്കെ വിട്ടേച്ച് എവിടെ പോകും, ഇത് വിട്ടേച്ച് ഞാൻ എന്ത് ചെയ്യും, ഇത് വിട്ടേച്ച് എങ്ങനെ പോകും, ഇതൊക്കെ നമ്മുടെ ചിന്തകളാണ്. അടി ഈ സൃഷ്ടികർത്താവാകുന്ന ദൈവത്തിനാണോ നമുക്ക് വല്ലോ ചെയ്യുവാൻ സാധിക്കാത്ത? ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇതുവരെ? നമ്മൾ നമ്മുടെ മാനുഷികമായിട്ടുള്ള ചിന്തയും മാനുഷികമായിട്ടുള്ള ബുദ്ധികളുമായിട്ട് നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് കാൽക്കുലേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. പലവിധമായ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ പത്രോസ് പോകുന്ന വഴിയില്
സൗഖ്യമാകുവാൻ ഒരുത്തനും തലേ കൈവെക്കണ്ട, ഒരുത്തന്റെ ദേഹത്ത് തൊടുക പോലും വേണ്ട. അവന്റെ നിഴലെങ്കിലും വീണാൽ അത്രത്തോളം കൃപയാ അവന്റെ മേൽ, അത്രത്തോളം അനുഗ്രഹം അവന്റെ മേൽ. എന്തുവാ, മുക്കുവനായി മീനുകളെ പിടിച്ച് രാവും പകലും അധ്വാനിച്ചിട്ട് ഒന്നും നേടാത്ത ഒരു സാധാരണ മനുഷ്യന് ഇന്ന് വരുമ്പോൾ ആൾക്കാർ രണ്ടു സൈഡിലും നിരന്നും നിൽക്കുകയാ. പത്രോസിനെ പ്രാർത്ഥിക്കൊന്നും വേണ്ട, ആ നിഴല് പതിഞ്ഞാലും അനുഗ്രഹമാ എന്ന് വെച്ചാൽ ഇവന്റെ നിഴലിന്റെ മേലും അനുഗ്രഹമാണെന്നാ പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ചിലര് വരുന്ന വഴിക്ക് പോലും ഒരു അനുഗ്രഹമില്ല, ചിലര് വീട്ടിൽ കടന്നു വന്നാൽ പോലും ഒരു അനുഗ്രഹമില്ല. എന്നാൽ ഞാൻ പറയട്ടെ, ചില ദൈവമക്കൾ കടന്നു വന്നാൽ നിനക്കും നിന്റെ കുടുംബത്തിനും ഒരു പക്ഷെ ചിലപ്പോൾ ഒരു അനുഗ്രഹത്തിന് കാരണമായിരിക്കും. ഹല്ലേലൂയ. പത്രോസിന്റെ മൂന്നാമത്തെ അനുഗ്രഹമാണ് രോഗശാന്തി സൗഖ്യം, രോഗശാന്തി ശുശ്രൂഷ എന്ന് പറയുന്നത്. കർത്താവേ സ്തോത്രം. എത്രയോ അനുഗ്രഹിക്കപ്പെട്ടൊരു ഭാഗമാണ്. നമ്മൾ എങ്ങും ഓടുമൊന്നും വേണ്ട, പല കാര്യങ്ങളും പലതിനു വേണ്ടി പലയിടത്തും ഓടി ഒന്നും വേണ്ട. മുട്ടും മടക്കി ദൈവസന്നിധിയിൽ നിൽക്കുകയാണെങ്കിൽ ദൈവം വലിയവ ചെയ്യുന്ന ദൈവമാണ്. സ്തോത്രം, യാതൊരു മാറ്റവുമില്ല. കാര്യത്തിലെ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഇന്നും അത് പ്രവർത്തിക്കുവാൻ ശക്തനായ ഒരു ദൈവമാണ്. ആ ദൈവത്തിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. എന്താണെന്നറിയോ, നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ നോക്കുന്ന ഒരു ദൈവം. എന്റെ ഹൃദയത്തിൽ കപടം വരുന്നു, ദാവീദ് പറയുന്നത്, എന്റെ ഈ ഹൃദയത്തിൽ ഞാൻ കപടം കരുതിയിരുന്നെങ്കിൽ നീ എന്റെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്നാ പറയുന്നത്. അങ്ങനെയാണ് ദാവീദ് പറയുന്നത്. എന്റെ ഹൃദയത്തിൽ ഞാൻ കപടം കരുതിയിരുന്നെങ്കിൽ, എന്റെ ഹൃദയത്തിൽ സത്യമില്ലായിരുന്നെങ്കിൽ എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുകയില്ല. ഒരു പക്ഷേ നിന്റെ സൗഖ്യത്തിന്റെ തടസ്സം എന്താണെന്നറിയോ, നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഇല്ലാത്ത ശുദ്ധിയായിരിക്കാം. ഇന്ന് നമ്മളത് വെളിപ്പെടുകയാണെങ്കിൽ ഒരു പക്ഷേ ഇന്ന് പകൽക്കാലം ഇവിടുന്ന് കടന്നു പോകുന്നത് ഒരു സൗഖ്യത്തോടു കൂടെ ആയിരിക്കും. ഹല്ലേലൂയ. പത്രോസിന് ലഭിച്ച മൂന്നാമത്തെ അനുഗ്രഹം. ഏതെല്ലാം തരത്തിൽ ഇന്ന് ദൈവം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വെളിപ്പെടുത്തുകയാണ്. നമ്മളാണ് യേശു എപ്പോഴാണ് നമ്മളെ കൈവിട്ടിട്ടുള്ളതെന്ന് പറഞ്ഞേ? യേശു എപ്പോഴാണ് നമ്മളെ കൈവിട്ടിട്ടുള്ളത്? പറഞ്ഞേ. നമ്മളെ ചിരിപ്പിക്കുവാനാണോ, മറ്റുള്ളവരെ അവനെ പരിഹാസിയാക്കുവാനാണോ ദൈവം നമ്മളെ വിളിച്ചത്? ആണോ? അല്ല. യേശു എപ്പോഴും നമ്മളെ കൈവിട്ടിട്ടുണ്ടോ? നമ്മളെപ്പോഴാണ് യേശുവിനെ കൈവിട്ടിട്ടുള്ളത്? സാഹചര്യത്തിനനുസരിച്ച് വിട്ടേ ചോടുന്ന പാർട്ടിയാണ്. ഒരിക്കലും ഒരു ആരാധന നടന്നുകൊണ്ടിരിക്കും, ഒരു സഭയിൽ ഒരു ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഇല്ലേ, ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ. അപ്പൊ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഒരു കുഞ്ഞ് ഇതുപോലെ തന്റെ മേക്കപ്പുകളൊക്കെ ഇട്ടുകൊണ്ട് സ്കൂളിലോട്ട് പോവുകയാണ്. അപ്പൊ കുഞ്ഞ് ഇട്ടിരിക്കുന്ന മേക്കപ്പ് എന്ന് പറയുന്ന ഒരു പിശാചിന്റെ രൂപമാണ്. നല്ല ശരീരം കറുത്ത ഇതൊക്കെ വെച്ച്, രണ്ട് കൊമ്പുകളുണ്ട്, രണ്ട് പല്ലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒരു വാലൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ച് കറുത്ത ഇതൊക്കെ വെച്ചിട്ട് കുഞ്ഞിങ്ങനെ പോവുകയാണ്. സ്കൂളിലോട്ട് പോകുന്ന വഴിക്ക് പെട്ടെന്നൊരു മഴ ഇങ്ങനെ വന്നു. മഴ വന്നു കഴിഞ്ഞാൽ ഈ പെയിന്റ് മൊത്തം ഒഴുകിപ്പോയി. കയറി നിൽക്കുവാനൊരു സ്ഥലം നോക്കിയപ്പോൾ എങ്ങുമില്ല. നോക്കിയപ്പോൾ മുന്നേ കാണുന്ന ആലയം പള്ളിയിലാണ്. ചാടി പള്ളിക്കകത്തോട് ഒരു സ്റ്റേജിൽ നിന്ന് ദൈവദാസം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഞാനാണെന്ന് കൂട്ടിക്ക്, വേറെ ആരുമല്ല. പ്രസംഗിച്ചുകൊണ്ടിരിക്കും. നോക്കുമ്പോ എന്താ, പിശാചിനെ കുറിച്ച് പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്. നോക്കുമ്പോ ദാണ്ട വരുന്നു മുന്നല്ലേ. ഇനി എന്താ ചെയ്യും? ഒരു രക്ഷയില്ല. പ്രസംഗിച്ചതോട്ട് ഒരുപാട് പ്രാവശ്യം ഇതിപ്പോ ദാണ്ട മുന്നോട്ട് ദൈവമേ, ഇത് എന്തൊരു പരീക്ഷയാ ദൈവമേ സ്തോത്രം, ഇതൊന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോയിരുന്നു. പക്ഷെ ചാടിക്കേറി വരിക ഒരു കൊച്ചു പിശാച്. ഓടിക്കേറി ഇങ്ങോട്ട് വരുമ്പോ അപ്പൊ പിശാച് ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരുന്ന പാസ്റ്ററിന്റെ അല്ലെ ദേവദാസന്റെ വാക്കുകൾ വിക്കി വന്നത്, എന്റെ വാക്കുകൾ തന്നെ വിക്കി വെക്കുന്നപ്പോ ആൾക്കാർ പ്രശ്നം ഇത് എന്തോ സംഭവിക്കും, പുറയിൽ എന്തോ നടക്കുന്നുണ്ടൊക്കെ തിരിഞ്ഞു നോക്കിയപ്പോൾ ദാണ്ട വരുന്ന മുന്നിൽ ഒരെണ്ണം നിൽക്കുന്നു. എന്നാ ചെയ്യുന്ന, വിട്ട വഴിക്ക് എല്ലാം ഓടാൻ തുടങ്ങി. ആദ്യം പുള്ളിയും ഓടിയ വഴിക്ക് പുല്ലും കൂടെ ഇല്ലെന്ന് പറയുന്നുള്ള ഒറ്റ ഓട്ടമല്ല. കിട്ടിയ വഴി ആരൊക്കെ തട്ടിയിട്ട് ചോടി, കാരണം ജീവനെക്കാട്ടി വലുതൊന്നുമില്ലോ. ഭയങ്കര അന്യഭാഷയിലായിരുന്നല്ല. ആത്മാവിന്റെ അങ്ങ് 7ാം സ്വർഗത്ത് വരെ പറ്റിയ പാർട്ടികളായിരുന്നു. അതിനെ കണ്ടപ്പോഴേ വിട്ടു പോകും, അവിടെ അവന്റെ പാട് പറ്റി. അപ്പൊ 3-4 പേര് പുറയിൽ ഓടിയില്ല. 3-4 പേര് ഓടിയതേ ഇല്ല. അപ്പൊ ഇവർ ഓടാത്തതിന്റെ കാരണം ഓടാൻ പറ്റത്തില്ല, എഴുന്നേറ്റ് പെട്ടെന്ന് ഓടാൻ നടക്കത്തില്ല. അതുകൊണ്ടാണ് ഓടാൻ, മറ്റു കാര്യമൊന്നുമല്ല. അവർ ഓടാനായിട്ടുള്ള സാഹചര്യം നോക്കി, പക്ഷെ ഓടാൻ പറ്റാത്തതുകൊണ്ട് ഓടായിരുന്നു. അപ്പൊ അവർ പക്ഷെ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഇവര് അങ്ങ് പറഞ്ഞു, എന്താ പറയാ, നിനക്കറിയാമല്ലോ ഞങ്ങൾ നിങ്ങളുടെ പാർട്ടി, ഞങ്ങൾ നിന്റെ പാർട്ടി, ഞങ്ങളെ ഒന്നും ചെയ്യല്ല, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നിരുന്നെന്നുള്ളതേ ഉള്ളൂ, ഞങ്ങളെ ഉപദ്രവിക്കല്ല, ഞങ്ങൾ നിന്റെ പാർട്ടിയാണ്. ഇങ്ങനത്തെ അനുഭവമാണ് ഇന്ന് പലർക്കും നന്മ അനുഗ്രഹത്തിനും വേണ്ടി വരുന്ന പോലെ. സത്യത്തിൽ ദൈവത്തിന് വേണ്ടി ജീവൻ കൊടുക്കുവാനോ ദൈവത്തിന് വേണ്ടി നിൽക്കുവാനോ പ്രയാസപ്പെടുവാനോ ഒന്നും ആരുമില്ല. ഇന്ന്
ഈ ഇപ്പം കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ വടക്കേ ഇന്ത്യയിലൊക്കെ വലിയ പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കും, വലിയ വലിയ പ്രശ്നങ്ങളായിക്കൊണ്ട്. കഴിഞ്ഞ ദിവസം ദേവദാസനെയും സഹോദരിയൊക്കെ ജയിലിലാക്കുകയും പല പ്രശ്നങ്ങളായിരിക്കണം, കുടുംബങ്ങളെ എന്നും അടിക്കുകയും എന്നും ഈ ഞായറാഴ്ച കഴിയുമ്പോൾ ഈ ആഴ്ച ഇവിടെയൊക്കെ ഷട്ട് ഡൗൺ ആക്കി ആരെയൊക്കെ അടിച്ചു, ആരൊക്കെ കഴിഞ്ഞ ദിവസം തല തല്ലി പൊട്ടിക്കുകയും എന്തെല്ലാം പരിപാടി ചെയ്യും. അപ്പോൾ ഫ്രീഡം, അവരങ്ങ് സ്വാതന്ത്ര്യമായിട്ടങ്ങ് ചെയ്യുന്ന ഒരു കാര്യം. ആരും ചോദിക്കാനുമില്ല, പറയാനല്ല. നിയമങ്ങൾക്ക് അവർക്ക് അനുകൂലം, ലോകം അവർക്ക് അനുകൂലം, അവരുടെ പാർട്ടികൾ അനുകൂലം, അങ്ങനെ ആരും ചോദിക്കാനില്ല. നമുക്ക് ചോദിക്കാൻ കർത്താവ് അല്ലാതെ ആരുമില്ല. നാളെ എന്തെങ്കിലും സംഭവിച്ചാലും ദൈവം അല്ലാതെ ആരുമില്ല. പിന്നെ ഒന്ന് വിളിക്കാൻ പോലും നമുക്കൊരു പക്ഷേ ആരും കാണത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ് സ്വന്തം. നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ദൈവത്തെ വിളിച്ചാൽ പ്രിയ ദൈവമക്കളെ, ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തരും, തീർച്ചയായിട്ടും തരും. പത്രോസിന് ദൈവം കൊടുത്ത മൂന്നാമത്തെ അനുഗ്രഹം, നീ അനുഗ്രഹത്തിന് വേണ്ടി എങ്ങും പോകണ്ട, സഭയ്ക്കുള്ളിൽ നിനക്ക് വേണ്ടി അനുഗ്രഹമുണ്ട്. കർത്താവിനെ പിൻപറ്റുന്നത് പത്രോസിനെ പോലെ സകലവും വിട്ടേച്ച്, എല്ലാ ചിന്തകളും എല്ലാ ഭാരങ്ങളും വിട്ടേച്ച് 1 മണിക്കൂർ അല്ല 1/2 മണിക്കൂർ ആരാധനയ്ക്ക് വന്നിരുന്നാൽ പൂർണ്ണമായിട്ടും ദൈവത്തിന് അങ്ങ് കൊടുത്തേക്കണം. അച്ചായനെ നോക്കരുത്, അമ്മാമയെ നോക്കരുത്, കുഞ്ഞിനെ നോക്കരുത്, ആരെയും നോക്കരുത്. ദൈവത്തിന്റെ മുഖം കണ്ടങ്ങ് ആരാധിച്ചോണം. സ്തോത്രം. അങ്ങനെ ആകുമ്പോൾ നീ ഈ ആരാധന കഴിഞ്ഞ് ഇവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഏത് ദുഃഖവുമായിട്ട് വന്നു, ഏത് പ്രയാസവുമായിട്ട് വന്നു, അതിന്റെ ഒരു വിടുതലുമായിട്ട് ഇവിടുന്ന് കടന്നു പോകാം. അങ്ങനെ ഒരു ആരാധന വെളിപ്പെടണം. അതിനെ നീ എങ്ങും ഓടണ്ട. ഈ സഭയ്ക്കുള്ളിൽ അത് വെളിപ്പെടും, ഈ ദൈവനാമത്തിൽ അത് വെളിപ്പെടുന്നത് യാതൊരു സംശയമില്ല. പത്രോസിന് ലഭിച്ച മൂന്നാമത്തെ അനുഗ്രഹമാണ് രോഗികളെ സൗഖ്യമാക്കാനുള്ള അനുഗ്രഹങ്ങൾ. 4-ാമത്തെ കാര്യം ഞാൻ പറയാം, പെട്ടെന്ന് പറഞ്ഞു പോവാം. ഹല്ലേലൂയ ഒന്ന് പറഞ്ഞോ, അത് വായിച്ചാട്ട്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയിൽ 9-ാമത്തെ 40-41 വാക്യം, സമയമില്ലാതെ പെട്ടെന്ന് വായിച്ചാട്ട്. സ്വന്തം അപ്പോസ്തല പ്രവൃത്തി 9-40-41 വാക്യങ്ങൾ അവൻ ചുറ്റും നിന്ന് പത്രോസ് അവരെയൊക്കെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ശവത്തിന്റെ നേരെ തിരിഞ്ഞു, തബീത എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്ന് പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു. അവൻ കൈ കൊടുത്ത് അവളെ എഴുന്നേൽപ്പിച്ചു. വിശുദ്ധന്മാരെയും വിധവമാരെയും വിളിച്ച് അവളെ ജീവനുള്ളവളായി അവരുടെ മുമ്പിൽ നിർത്തി. പത്രോസിന് കിട്ടിയ 4-ാമത്തെ അനുഗ്രഹം മരിച്ചവനെ ഉയർപ്പിക്കുവാനുള്ള കൃപ. ഹല്ലേലൂയ. ഇത് ബൈബിളിൽ എല്ലാവരും ചെയ്തിട്ടില്ല, എല്ലാവർക്കും ലഭിച്ചിട്ടില്ല, എല്ലാ ശിഷ്യന്മാരും ചെയ്യാത്ത ഒരു അനുഗ്രഹമാണ്, ഒരു കൃപയാണ് പത്രോസിന് ദൈവം കൊടുത്തത്. എന്താണെന്നറിയാമോ? മരിച്ചവനെ ഉയർപ്പിക്കുവാനുള്ള കൃപ. മരിച്ചവനെ ഉയർപ്പിക്കുവാനുള്ള കൃപ. ഹല്ലേലൂയ. എല്ലാ ശിഷ്യന്മാർക്കും കിട്ടിയിട്ടുണ്ടോ ഇത്? ഇല്ല. പൗലോസ് അപ്പോസ്തലൻ ചെയ്തിട്ടുണ്ട്, കർത്താവ് ചെയ്തിട്ടുണ്ട്, ഏലിയാവ് ചെയ്തിട്ടുണ്ട്, എലീശ ചെയ്തിട്ടുണ്ട്. എല്ലാ ഭക്തന്മാർക്കും ചെയ്യുവാൻ സാധിക്കാത്ത ഒരു പ്രത്യേക കൃപ പത്രോസിന്റെ മേലിട്ടിരിക്കുകയാണ്. തബീതായെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവരുടെ മുന്നിൽ വെച്ച് കൈപിടിച്ചുയർത്തിയപ്പോൾ അവളുടെ മേലേക്ക് ആ ജീവൻ കടന്നു വന്നെങ്കിൽ, പ്രിയ ദൈവമക്കളെ, ഇന്ന് നമ്മളിൽ ചിലരിലും ഇതിനേക്കാൾ വലുത് ചെയ്യുവാൻ, കാരണം വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഞാൻ ചെയ്തതിലും അധികമായി നിങ്ങൾക്ക് ചെയ്യുവാനുള്ള കൃപ ദൈവം നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വന്നാൽ ദൈവം അത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രോഗികളുടെ മേൽ സൗഖ്യം, ഇപ്പോൾ മരണത്തിന്റെ മേലും അല്ലെ മരിച്ചവന്റെ മേലും ഹല്ലേലൂയ ഉയർപ്പിന്റെ ശക്തി പത്രോസിന്റെ മേൽ ദൈവം പകർന്നിരിക്കുകയാണ്. സ്തോത്രം. ഒരു ചോദ്യമാണ് ചോദിച്ചത്, ഞാൻ എല്ലാം വിട്ട് പിൻപറ്റിയപ്പോൾ എനിക്ക് എന്ത് ലഭിക്കുമെന്ന. സ്തോത്രം. ഹല്ലേലൂയ. കൊടുത്ത 4 അനുഗ്രഹങ്ങളാണ്. ഇനി 2 കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. സ്തോത്രം. 5-ാമത്തെ അനുഗ്രഹത്തിൽ പെട്ടെന്ന് സമയമില്ല, അതുകൊണ്ടാണ് 21-ാമത്തെ വാക്യം, 21-ാം അധ്യായം, റെവലേഷൻ, ബുക്ക് ഓഫ് റെവലേഷൻ, വെളിപ്പാട് പുസ്തകം 21-ന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാണ്. സ്തോത്രം. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരുമുണ്ട്. നഗരത്തിന്റെ അടിസ്ഥാനത്തിൽ നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനം, നഗരത്തിന്റെ മതിലിന്മേൽ 12 അടിസ്ഥാനങ്ങള്, അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരുമുണ്ട്. 12 പേര്. ഹല്ലേലൂയ. ഏത് നഗരമാണെന്നറിയാമോ? പുത്തനാം യെരൂശലേം. ഹല്ലേലൂയ. സ്തോത്രം. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഭവനം, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സ്ഥലം. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ദുഃഖവും കഷ്ടതയും പ്രയാസവും ഒക്കെ വിട്ടേച്ച് ഹല്ലേലൂയ വിശ്രമിക്കുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ പിൻപറ്റിക്കോണോ എല്ലാം വിട്ടേച്ച് കർത്താവ്. ഇതിനെയും പിടിച്ചു വെച്ചോണ്ട് നീ ഇവിടെ തപ്പി നടന്നിട്ട് അവസാനം അവിടെ ചെന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അവിടെ കൊണ്ടുപോകാൻ ഒരു അച്ചാനും വരത്തില്ല, ഒരു അമ്മാമയും വരത്തില്ല, ഒരു അങ്കിളും വരത്തില്ല, ഒരു ആന്റിയും വരത്തില്ല, പാസ്റ്ററും വരത്തില്ല, വിശ്വാസിയും വരത്തില്ല. നീ മാത്രം പോകേണ്ടി വരും. മനസ്സിലാവുന്നുള്ളൂ? സ്തോത്രം. ഹല്ലേലൂയ. പുത്തനാം യെരൂശലേമിന്റെ അടിസ്ഥാനത്തിന്മേല് 12 അപ്പോസ്തലന്മാരുടെ പേരെഴുതിയാല് ഒരു പേര് പത്രോസിന്റെയും ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്താണെന്ന് അറിയാമോ? എല്ലാം വിട്ടത് കൊണ്ടാണ് ഇത് കിട്ടിയത്. സ്തോത്രം. അത് പൂർണ്ണമായിട്ട് അങ്ങ് പിൻപറ്റിയത് കൊണ്ടാണ് കിട്ടിയത്. സ്തോത്രം.
ഞാനൊന്ന് പറയട്ടെ, ഇന്ന് അടിസ്ഥാനത്തിന്റെ ഒന്നും ഹല്ലേലൂയ അല്ലെ ഫൗണ്ടേഷന്റെ ഒന്നും മേളിൽ നിന്റെ എന്റെ പേര് ഒന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ലെന്നേ. ജീവപുസ്തകത്തിൽ പേര് എഴുതുമല്ലോ. സ്തോത്രം. അത് മതി. ഹല്ലേലൂയ. അത് മാത്രം മതി. അത് മാത്രം മതി. വേറെ ഒന്നും വേണ്ട. അന്ന് അപ്പോസ്തലനായ പൗലോസ് ചോദിച്ചു, എനിക്ക് എന്ത് കിട്ടും? എല്ലാം ഞാൻ വിട്ടതാ. എന്റെ വല വിട്ടു, എന്റെ വള്ളം വിട്ടു, എന്റെ എല്ലാം ഞാൻ വിട്ടച്ച് നിന്നെ പിൻപറ്റി എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഒന്നും പറഞ്ഞു, ഒറ്റ കാര്യമേ പറഞ്ഞുള്ളായിരുന്നു. അതാണ് ഞാൻ വായിക്കുന്നതായിരിക്കും. സ്തോത്രം. എന്നാൽ അവൻ അധികമായിട്ട് ബോണസ് ആയിട്ട് കൊടുത്തതാണ് ഈ 5 അനുഗ്രഹങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അടിസ്ഥാനത്തിൽ പേരെഴുതി വെച്ചിരിക്കുന്ന ഹല്ലേലൂയ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ പേര് ഹല്ലേലൂയ യെരൂശലേമിന്റെ അടിസ്ഥാനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പുതിയ നഗരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയ ദൈവമക്കളെ, അടിസ്ഥാനത്തിലോ അല്ലെ ആ നഗരത്തിന്റെ കോണിലോ മുക്കിലും മൂലയിലും ഒന്നും എന്റെ പേരില്ലെങ്കിൽ തന്നെയും ഒന്നെനിക്ക് ആശ്വസിക്കാം. ആ പുസ്തകങ്ങൾ തുറക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ എന്റെയും പേരുണ്ടായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഈ എഴുതി വെച്ചിരിക്കുന്ന ഈ പുത്തനാം യെരൂശലേമിന്റെ വീഥികളിലൂടെ നടക്കുമ്പോൾ എനിക്കും എന്റെ അപ്പോസ്തലനായ പത്രോസിനെ ഒന്ന് കാണുവാൻ സാധിക്കും. എന്റെ കർത്താവിനോട് ചേർന്ന് ഞാൻ ആരാധിക്കുമ്പോൾ ഈ അപ്പോസ്തലന്മാരോടും 12 മൂപ്പന്മാരോടും കൂടെ ഇരുന്ന് ഞാൻ ആരാധിക്കുമ്പോൾ എന്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയും. കാരണം ഒന്നാണ്, ഞാൻ എല്ലാം വിട്ടേച്ച് പിൻപറ്റിയത് കൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. കൈവെക്ക് ഒരു ഹല്ലേലൂയ പറയട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം എത്ര വലിയവനാണ്. ഓരോരുത്തരൊക്കെ ജീവിതങ്ങളെ വിട്ടെറിഞ്ഞാണ് ദൈവത്തിന്റെ മുൻപെന്ന്. ഡേവിഡ് ലിവിങ്സ്റ്റോൺ ഹല്ലേലൂയ തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആഫ്രിക്കയിൽ 1800 കാലഘട്ടങ്ങളിൽ 21ാം സെഞ്ചുറി ആയത് 21st സെഞ്ചുറി ആയത് 18ാം നൂറ്റാണ്ടിലേക്ക് ആഫ്രിക്കയിലോട്ടൊക്കെ വള്ളത്തേൽ കയറിയുള്ള യാത്രകള്, ആഫ്രിക്കൻ വനങ്ങളില് നരഭോജികളുടെ മധ്യത്തിൽ വസിക്കുമ്പോഴും ഡെങ്കുവിൽ പല പ്രാവശ്യങ്ങള് വീണു മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോഴും ഒന്ന് മാത്രമേ ഉള്ളൂ, പിന്നോട്ടില്ല. ഹല്ലേലൂയ. അവസാനമായി തന്റെ തന്റെ കൈക്കുഞ്ഞുമായി നിൽക്കുന്ന ഭാര്യയോട് വിട പറഞ്ഞു പോകുമ്പോൾ തിരിച്ചു വരുമെന്നൊരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. ആ പോക്കിൽ ഹല്ലേലൂയ 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 അവരുടെ ദേശത്തിന്റെ ന്യൂസ് പേപ്പറുകാര് ഇന്റർവ്യൂവിനായിട്ട് അനേക ദിവസങ്ങളെടുത്ത് ബോട്ടിലൂടെ അവിടെ ചെന്ന് ആഫ്രിക്കയിൽ ചെന്ന് കണ്ടിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഒറ്റ ചോദ്യം വയ്ക്കുന്നത്, വരുന്നോ, നാട്ടിൽ തിരിച്ചു പോകാൻ വരുന്നോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഈ ദേശത്തിന് വേണ്ടി ഞാൻ ദൈവത്തിന് കൊടുത്തിരിക്കുകയാണ്. എന്റെ ജീവൻ ഈ ദേശത്തിന് വേണ്ടി ഞാൻ സമർപ്പിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഹല്ലേലൂയ ആ ദേശത്തിന് വേണ്ടി ഓടി, അവസാന നിമിഷം വരെ ഓടി, അവസാനം ഹല്ലേലൂയ ആ ദേശത്തിൽ മരിച്ചു വീഴുമ്പോൾ സ്വന്തം നാട്ടിൽ നിന്ന് ആൾക്കാർ ഫ്ലൈറ്റും അല്ലെ ബോട്ടുകളുമായിട്ട് വന്നു ഈ ശരീരവുമായിട്ട് എടുത്തുകൊണ്ട് പോകുവാൻ, ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകാൻ വന്നപ്പോഴേ ആഫ്രിക്കയിലുള്ള പഠിപ്പും വിവരവും ഇല്ലാതെ അമ്പും വില്ലും പിടിച്ചു നിൽക്കുന്ന ആദിവാസികൾ വന്നിട്ട് ഒറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ, ശരീരം കൊണ്ടുപോക്കൂ, ആ ഹൃദയം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശരീരം കൊണ്ടുപോക്കോ, ഹൃദയം വേണമെന്ന് പറഞ്ഞു. ഹൃദയം വഴി ഹല്ലേലൂയ ശരീരത്തിൽ ഹല്ലേലൂയ തുറന്നിട്ട് ഹൃദയം ഹല്ലേലൂയ മുറിച്ചെടുത്തിട്ട് ആഫ്രിക്കയുടെ മണ്ണിൽ അടക്കം ചെയ്യുമ്പോഴും ഒന്നേ ഉള്ളായിരുന്നുള്ളൂ, ഈ മനുഷ്യന്റെ ഹൃദയം, ശരീരമല്ല, ഈ മനുഷ്യന്റെ ഹൃദയം ഈ ദേശത്തിന് വേണ്ടിയായിരുന്നു. ആഫ്രിക്കയിൽ അടക്കം ചെയ്ത ഹല്ലേലൂയ ഡേവിഡ് ലിവിങ്സ്റ്റോണിന്റെ ഹൃദയം പോലെയുള്ള എത്രയോ ഭക്തന്മാർ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇംഗ്ലണ്ടിൽ അനേകം മിഷണറിമാര് ഹല്ലേലൂയ കടന്നു വന്നിട്ട് ഈ സുവിശേഷം ഭാഷ ട്രാൻസ്ലേഷനുകൾ ചെയ്ത് നമുക്ക് ചെന്നപ്പോൾ നമ്മുടെ കയ്യിലേക്ക് മലയാളത്തിന്റെ ഭാഷയിലേക്ക് പരിവേഷം ചെയ്ത് നമ്മുടെ കരങ്ങളിലേക്ക് തന്നപ്പോഴേ നമുക്കതിന് വിലയില്ലാതായിരിക്കുകയാണെന്ന് തോന്നുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇതിന്റെ ആഴങ്ങളൊക്കെ മനസ്സിലാക്കണം. പലപ്പോഴും ക്രിസ്ത്യാനികൾ എന്നുള്ള നമ്മുടെ ഈ സത്യങ്ങളൊന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ചും വേർപെട്ട നമ്മളൊക്കെ ഇതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കണം. ആരാ മനസ്സിലാക്കുക? നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്? ആരാധന പ്രാർത്ഥനാ കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യങ്ങൾ ഇല്ലാത്തൊരവസ്ഥയിലാണ് ഈ ലോകം. ഇങ്ങനെയാണ് ഇന്ന് ലോകം മുഴുവനും പിശാചിന്റെ കൈപ്പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, എങ്ങും പോകണ്ട, നീ ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് പിശാചിന്റെ കൈപ്പിടിയിൽ. അതിനാണ് പറയുന്ന മൊബൈലും ഇന്റർനെറ്റും ഇമെയിലും അങ്ങനെയുള്ള അനേക മാധ്യമങ്ങൾ. ലോകം മുഴുവനും പിശാചിന്റെ കൈപ്പിടിയിലാണ്. അതുകൊണ്ടാണ് പുതിയ യുവതലമുറകളൊക്കെ ഹല്ലേലൂയ ദൈവത്തെ അറിയാതെ വഴിവിട്ട് പിൻപറ്റി പോകാത്ത. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഒന്ന് ഞാൻ പറയണേ, നീ എത്ര വലിയ കോളേജുകൾ പഠിപ്പിച്ചാലും ഞാൻ ഒന്ന് പറയട്ടെ, നിന്റെ കുഞ്ഞിന് വേണ്ടി നീ മുട്ടുമടക്കി പ്രാർത്ഥിച്ചോണം. ഇല്ലെങ്കിൽ ഇനി എന്തൊക്കെയാ സംഭവിക്കുന്ന അറിയത്തില്ല. പുതിയ യുഗമാണ്, പുതിയ കാലമാണ്, പുതിയ കാലഘട്ടത്തിലാണ്. നീ ഇനി എന്തൊക്കെ ബെസ്റ്റ് എഡ്യൂക്കേഷൻ, ഏതൊക്കെ ബെസ്റ്റ് കോളേജോ, ഇതൊന്നും ഒന്നിനും ഒരു വാദമല്ല. ഒന്ന് മാത്രമേ ഉള്ളൂ, നിന്റെ പ്രാർത്ഥനയാണ് നിന്റെ കുഞ്ഞിനൊരു പിൻതാമസം.
നീ പ്രാർത്ഥിക്കാത്തിടത്തോളം എനിക്കറിയാം, പല അമ്മമാരെ അറിയാം. ഞാൻ എൻ്റെ സഭയിൽ പഠിപ്പിക്കുന്നതാണ്. എൻ്റെ സഭയിൽ ഞാൻ പറയുന്നുണ്ട്, നിന്റെ കുഞ്ഞ് പോകുന്ന സമയമാണെങ്കിൽ ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് ആ കുഞ്ഞ് സ്കൂളിലേക്ക് കടന്നു പോകുമ്പോഴേ നിന്റെ ജോലിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഒരു 10 മിനിറ്റ് മുട്ടുമടക്കി ആ കുഞ്ഞിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. പരീക്ഷയ്ക്കായിട്ട് കുഞ്ഞ് കടന്നു പോവുകയാണെങ്കിൽ വിളിച്ചു പറയും, മമ്മി ഞാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒരു പക്ഷേ ഹല്ലേലൂയ നിനക്ക് സമയം, നീ ജോലിക്ക് പോകുന്നല്ല, വീട്ടിൽ സമയമുണ്ടെങ്കിൽ നീ വീട്ടിൽ ജോലികൾക്കൊന്നും പോകാത്തൊരു സഹോദരിയാണെങ്കിൽ ഞാൻ പറയട്ടെ, സഹോദരി ഹല്ലേലൂയ, കുഞ്ഞ് കടന്നു പോകുമ്പോഴേ പരീക്ഷയുടെ സമയം ഒന്ന് നോക്കുക. 10 മണി മുതൽ ആ കുഞ്ഞും ഹല്ലേലൂയ എക്സാം ഹാളിലും പരീക്ഷയ്ക്കായിട്ട് ഇരിക്കുകയാണെങ്കിൽ 10 മണി മുതൽ നീ മുട്ടുമടക്കിക്കോ സഹോദരൻ. ഹല്ലേലൂയ. ഇതൊക്കെ ചെയ്യണം. ഇതൊക്കെ ചെയ്യുവാനാണ് ഈ പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, ഒറ്റ വാക്കേൽ ഒതുക്കൽ എന്നൊരു മുറിവാക്ക് പറഞ്ഞിട്ട് വലിയ സന്തോഷമല്ല. ഒറ്റ ദിവസം ഒരു വാക്യം വെച്ച് പഠിപ്പിക്കണം. ഒരു ദിവസം ഒരു വാക്യം വെച്ച് ഈ കുഞ്ഞിനെ പഠിപ്പിക്കണം. ഈ കുഞ്ഞിനെ വചനം പഠിപ്പിച്ചാൽ മതി. ഈ ലോകത്തിലെ എല്ലാ ഇതിനകത്തുണ്ട്. ഇതുണ്ടെങ്കിൽ ഈ കുഞ്ഞ് ഒരിക്കലും ഫെയിലായി പോവുകയല്ല. ഇതില്ലാത്തതിന്റെ കേടുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ വഴി പേടിച്ചു പോകും. ദൈവത്തെ നമ്മൾ വിചാരിക്കുന്നത് എൻ്റെ കുഞ്ഞ് പള്ളിയിൽ വരുന്നുണ്ട്, എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ കുഞ്ഞ് എല്ലാം ഉണ്ട്. നിന്നിൽ നിന്നൊന്ന് മാറി നിൽക്കട്ടെ 5 മിനിറ്റ്. കുഞ്ഞാരാണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവും. ഹല്ലേലൂയ. ഞാൻ ഇതെന്താ പറയുന്നറിയാ, എനിക്കും 2 പിള്ളേരുണ്ട് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പറയുന്ന സ്തോത്രം. ഹല്ലേലൂയ. ക്ഷമിക്കണേ, ഞാൻ പറയട്ടെ. അവസാനം പറഞ്ഞാൽ 5ാമത്തെ കാര്യമാണ് ഫൗണ്ടേഷനില് അല്ലെ ആ നഗരത്തിന്റെ അടിസ്ഥാനത്തില് 12 അപ്പോസ്തലന്മാരുടെ പേരിൽ ഒരു പേര് പത്രോസായ അപ്പോസ്തലന്റെ പേരാണ് സ്തോത്രം. ഒന്നുമില്ലാതെ വന്നവന്റെ പേര്, ഒരു പഠിപ്പും വിവരമില്ലാത്തവന്റെ പേര് പുത്തനാം യെരൂശലേമിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഇതൊന്നും പ്രതീക്ഷിച്ചില്ലെങ്കിലും അവസാനം ഹല്ലേലൂയ വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിൽ കാണുന്നത് പോലെ പുസ്തകങ്ങൾ തുറക്കുമ്പോൾ എന്റെ പേരും കണ്ടാൽ മാത്രം ഹല്ലേലൂയ. കുലിയും കുറച്ചും ഒന്നും വേണമെന്നില്ല, എന്റെ പേര് കണ്ടാൽ മാത്രം മതി, മറ്റൊന്നും എനിക്ക് വേണ്ട. വലിയതായിട്ടൊന്നും ലഭിച്ചില്ലെങ്കിലും കർത്താവേ പേര് കണ്ടാൽ മാത്രം മതി. ഹല്ലേലൂയ. അവസാനമായി ഒരു കാര്യവും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. സ്തോത്രം. ഒന്ന് വായിക്കാമോ? ഹല്ലേലൂയ. വെളിപാട് പുസ്തകം 11-16 വാക്യം കൊടുത്ത് വായിച്ചാൽ. വെളിപാടിന്റെ 11-16 അനുഗ്രഹം. ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ്ണു വീണ് ദൈവത്തെ നമസ്കരിച്ചു പറഞ്ഞത്. സിംഹാസനത്തിലിരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ്ണു വീണ് ദൈവത്തെ നമസ്കരിക്കുന്നു. ഹല്ലേലൂയ. ഇനി മത്തായിയുടെ 19:28 ലാസ്റ്റ് ആദ്യം വായിച്ച വാക്യം തന്നെ 28-ാമത്തെ വാക്യം വായിച്ച ഒരു വാക്യം. പത്രോസ് അവനോട് ഞങ്ങൾ സകലവും വിട്ട് യേശു അവരോട് ഇരിക്കുമ്പോൾ 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ ന്യായം വിധിക്കുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അതിന്റെ പൂർണ്ണതയാണ് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കണ്ടത്. 11-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തില് 24 സിംഹാസനത്തിലിരിക്കുന്ന 24 മൂപ്പന്മാർ എന്ന് പറഞ്ഞാൽ പത്രോസിന് ഇരിക്കുവാൻ കർത്താവിനോട് ചേർന്ന് ഒരു സിംഹാസനവും കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവന് ലഭിച്ച ഒരു വലിയ അനുഗ്രഹമാ. 2 സൈഡിലായി കർത്താവിന്റെ സൈഡിലായിട്ട് ഇരുന്നു ന്യായം വിധിക്കുവാൻ. ഹല്ലേലൂയ. ഇന്നൊന്നുമില്ലെങ്കിലും ഞാൻ പറയട്ടെ പ്രിയ ദൈവമക്കളെ, ഈ ലോകത്ത് നീ ഒന്നും നേടിയില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. നിന്റെ ആത്മാവിനെ നീ നേടിയിട്ടുണ്ടെങ്കിൽ, സ്വർഗരാജ്യത്തിൽ നീ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്നെക്കാട്ടിൽ ശ്രേഷ്ഠൻ ആരുമില്ല. നിന്നെക്കാട്ടിൽ ധനികനല്ല അവന്. ഇന്ന് അനേക കോടികളുള്ളവന്, അനേക സമ്പത്തുള്ളവന്, ആയിരക്കണക്കിന് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് സമ്പത്തുകൾ ഉള്ളവനാണെങ്കിൽ തന്നെ ഞാൻ പറയട്ടെ, അവന് നഷ്ടപ്പെട്ട സ്വർഗം നിനക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠൻ നീയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് സ്തോത്രമാണ്. അവൻ ഇരിക്കുവാൻ ഒരു സിംഹാസനം. എത്ര മാന്യതയാണ്, എത്ര മാന്യത എന്റെ ദൈവം. നീ ചെയ്യുന്നതൊന്നും നിന്നെ തള്ളിക്കളയില്ല നിന്റെ ദൈവം. നീ ഇന്ന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താലും ദൈവനാമത്തില് അതിന് പ്രതിഫലം ഇവിടെ വായിച്ചാൽ മതി. വെളിപാട് പുസ്തകത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടത്. അത് നിനക്ക് കണക്കിടുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ഇന്ന് നീ ചെയ്യുന്നത് കണക്കിടുന്ന ഒരു ദിവസം വരുന്നുണ്ട്. 12 സിംഹാസനങ്ങൾ ഹല്ലേലൂയ വെച്ച് കൊടുത്തിരിക്കണ. ഇരിക്കടാ പത്രോസേ മോനെ, നീ കഷ്ടപ്പെട്ടില്ലേ? നീ ഹല്ലേലൂയ ക്രൂശിൽ മരിക്കുവാനായിട്ട് നിന്നെ വിളിച്ചപ്പോൾ എന്റെ കർത്താവ് മരിക്കുന്നത് പോലെ എനിക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞ് ക്രൂശിൽ തലതിരിഞ്ഞ് കുത്തനെ നിന്ന് മരിച്ച പത്രോസ് 11 അപ്പോസ്തലന്മാർ ജീവൻ കൊടുത്ത കൂട്ടത്തിലെ പത്രോസും ജീവൻ കൊടുത്തതാ. അന്ന് മരിച്ചപ്പോൾ പത്രോസിനോട് ഇന്ന് ദൈവം പറയുവാണ്, എന്റെ സൈഡിൽ തന്നെ നിനക്കൊരു സീറ്റ് ഇട്ടിരിക്കുക, ഇരുന്നോ ഇവിടെ. ഹല്ലേലൂയ. ഇന്ന് നീ ചെയ്യുന്നത് നിനക്കറിയത്തില്ല.
വരുന്നൊരു സമയം വരുന്നുണ്ട്. ഒരു സമയം വരുന്നുണ്ട്. ന്യായവിധിയുടെ ഒരു കാലം വരുന്നുണ്ട്. നോഹയുടെ കാലം പോലാ വരുന്നത്. നമ്മൾ ചിരിച്ചും കളിച്ചും തിന്നും കുടിച്ചും ഇന്ന് നമ്മളെ ഇന്ന് ഇന്ത്യയിലല്ല, ഇന്ന് ലോകത്തിന്റെ എവിടെ ചെന്നാലും ഏറ്റവും അധികം കടകളുള്ള എന്താണെന്നറിയാം? എന്താ? ആഹാരം. സത്യമാണ്. ആഹാരത്തിന്റെ കടകളാ. ഫാസ്റ്റ് ഫുഡും സ്ലോ ഫുഡുകളും ഇല്ലാത്ത ഫുഡുകളും. മനുഷ്യൻ ആഹാരം കഴിച്ച് നിഗളിച്ചും നിന്ദിച്ചും ദൈവത്തെ തള്ളി പറഞ്ഞു ഉപവസിച്ച് മരിച്ച എത്ര പേരാ? ഉപവസിച്ച് മരിച്ച എത്ര പേരാ എന്ന് പറഞ്ഞേ? ആഹാരം കഴിച്ച് മരിക്കുന്ന എത്ര എണ്ണോ? എത്രയാണോ? അത് പഴയ നിയമത്തിൽ തന്നെ കിടക്കുകയാണ്. മാംസം വായുവിൽ ഇരിക്കുമ്പോൾ തന്നെ, മാംസം തിന്നോണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തെ തള്ളി പറഞ്ഞു. അവിടെ വീണ് കുറെ എണ്ണം ചത്തു. അപ്പൊ തിന്നു മരിക്കുന്നത് അനേകരാ. കൊളസ്ട്രോളും പെസ്ട്രോളും ഇല്ലാത്ത സ്ട്രോളുകളെല്ലാം സ്റ്റോളുകളാക്കി വെച്ചിരിക്കുന്ന അവസ്ഥയിൽ തിന്നു മരിക്കുമ്പോഴും ഉപവസിച്ചൊന്ന് ബലപ്പെടുവാൻ നിനക്ക് സമയമില്ല. ലേലിയ. അപ്പോൾ അത് തിമോത്തി പറയുന്നത് പോലെ അന്ത്യകാലത്തിൽ മനുഷ്യര് ഭോജന ഭക്ഷണപ്രിയന്മാരാകുമെന്ന് തിമോത്തി വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞെങ്കിലേ ഇന്ന് അതല്ലേ നടക്കുന്നത്. സ്തോത്രം. അല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഭക്ഷണ കോമ്പിനേഷൻ ഒരു കോമ്പിനേഷനും ഇല്ല. ചുമ്മാ കടിക്കുകയല്ല, ഒരു കോമ്പിനേഷനും ഇല്ല. വേറെ ചീമീനും മുട്ടയും എല്ലാം ഒത്തിയാടി എല്ലാം കൂടെ അടിച്ചു. പിന്നെ കിടന്ന് ആകപ്പാടെ ചെയ്ത് കിട്ടുന്ന കൂട്ടായ്മ. എൻ്റെ വൈഫിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഒരു ജിം ഇൻസ്ട്രക്ടർ, ജിമ്മ് പഠിപ്പിക്കുന്ന ഒരാളാണ്. പുള്ളിയുടെ കൂടെ ഞാൻ ഒരു 7 വർഷങ്ങൾക്ക് മുമ്പ് പുള്ളി ദുബൈയിലുണ്ട്. ഫിറ്റ്നസ് ഫസ്റ്റിലെ ജിം ഇൻസ്ട്രക്ടറാണ് പുള്ളി. ഫിറ്റ്നസ് ഫസ്റ്റിലെ ബ്രിട്ടീഷ് ജിമ്മായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാനിവിടെ വരട്ടെ, ഇതൊക്കെ ഒന്ന് കാണാമല്ലേ, ഗോകാം ബീച്ചൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ചെയ്യാനൊന്നും പോകുന്നില്ല. അപ്പം അവിടെ ചെന്നപ്പോൾ ദൈവമേ കാണിക്കുന്ന പരാക്രമങ്ങൾ, ആണും പെണ്ണും കാണിക്കുന്ന പരാക്രമങ്ങൾ. ഇതൊന്ന് ഒതുക്കണ്ടേ? എങ്ങനെ ഒതുക്കണ്ടേ? ഇത് കെട്ടിവെച്ചാൽ പോലും ഒതുക്കുന്നില്ല, തെളി വരിക. പിന്നെ എന്ത് ചെയ്യാൻ? എന്നിട്ട് അവിടെ ചെന്ന് കാണിക്കുന്ന പരാക്രമങ്ങൾ ഇതൊന്നും ഒതുക്കാനായിട്ട്, പ്രത്യേകിച്ചും ലേഡീസാ കൂടുതലും. കാരണം സ്ലിം ബ്യൂട്ടി ആവണം, അതിനുവേണ്ടിയുള്ള കടന്ന് കാണിക്കുന്ന പരാക്രമങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് വന്ന് KFCയുടെ മുന്നിലാണ് നിൽക്കുന്നത്. KFCയുടെയും പിസയുടെ മുന്നിലാണ് വന്നിരിക്കുന്നത്. ഇത് കാണുമ്പോൾ അതിൽ കൂടുതൽ ദുഃഖം വരുന്നത്. തോമാച്ച സ്തുതിക്കുന്നു. ഈ പുള്ളിയുടെ പ്രശ്നം എന്താ അറിയാം? ഈ ഫിറ്റ്നസ് ചെയ്യിക്കുന്നവരുടെ വെയിറ്റ് കുറയണേ, ഇല്ലെങ്കിൽ പുള്ളിക്ക് പൈസ കിട്ടില്ല. പുള്ളി ഇവരെ പഠിപ്പിച്ചിട്ട് പറയും, പുള്ളിക്ക് മെനു ഒക്കെ കൊടുത്തിട്ട് പറയും ഇതൊക്കെ ഇങ്ങനെ കഴിക്കാമെന്നൊക്കെ പറയും. ഇവർ വന്ന് KFCയുടെ മുന്നേക്ക് പുള്ളിയുടെ വെയിറ്റ് കൂടുവല്ല, കുറയുന്നില്ല. പുള്ളി വന്ന് മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കുക, ദൈവമേവന്റെ വെയിറ്റ് കുറയണത്. ഇവരെങ്ങനെ പറയുന്നത്? KFCയുടെ മുന്നേ നിൽക്കുന്നത്. ഇതാ പുള്ളിയുടെ പ്രശ്നം. പുള്ളി വന്ന് പ്രാർത്ഥിക്കുക വെയിറ്റ് കുറയാൻ, പഠിപ്പിച്ചിട്ട് വന്ന്. ഞാൻ പറയാൻ കാര്യം അറിയോ? മനുഷ്യന്റെ ജീവിതം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, നമ്മൾ ഇന്ന് ഏത് സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്? പത്രോസിനെ പോലെ പറയുവാൻ നിങ്ങൾക്ക് സാധിക്കും? പത്രോസിനെ പോലെ പറയുവാൻ സാധിക്കുന്ന എത്ര പേരുണ്ട്? കണ്ണുകളെ ഒന്ന് അടയ്ക്കാം. ഒരു മിനിറ്റ് നമുക്ക് ചോദിക്കാം, ഒന്ന് പ്രാർത്ഥിക്കാം. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back, no turning back, no turning back.